അങ്ങ് അകലെ മലകളും കാടും കൊച്ചു ദ്വീപുകളും പച്ചപ്പും നിറഞ്ഞ ഒരു ചെറിയ ലോകത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. നമ്മുടെ തിരുവനന്തപുരത്തെ നെയ്യാർ ഡാമിലെ കാഴ്ചകളാണ്. നെയ്യാർ ഡാമിലെ ആക്ടിവിറ്റീസ് അടങ്ങുന്ന ഒരു ചെറിയ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് ഡാമിൻ്റെ കാഴ്ചകളാണ്. നമ്മുടെ നെയ്യാർ ഡാമിലെ കാഴ്ചകളും അവിടുത്തെ ആ പ്രകൃതി ഭംഗിയും ബാക്കി അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു കാഴ്ചയാണ്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് നെയ്യാർ ഡാമിലെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പം എല്ലാവർക്കും നെയ്യാർ ഡാമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത് നമ്മുടെ തിരുവനന്തപുരം നെയ്യാർ ആ ഭാഗത്തേക്കാണ്. അപ്പം ഇവിടെ വരുന്നവർക്ക് അതായത് ഫാമിലിയായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ നെയ്യാർ ഡാം ഭാഗം. നമുക്ക് ബോട്ടിങ് ആക്ടിവിറ്റീസ് ചെയ്യാൻ എനിക്കൊന്ന് നമുക്കൊരു 1 ഡേ ഒക്കെ അത്യാവശ്യം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു റീജിയനാണ് നമ്മുടെ ഈ നെയ്യാർ ഡാം റിസർവെയറും അവിടുത്തെ ബോട്ടിങ് ആക്ടിവിറ്റീസും നമ്മുടെ ഡിയർ റീഹാബിറ്റേഷൻ സെൻറ്ററും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ പാക്കേജസ്, ഇവിടെ ബോട്ടിങ്ങും ട്രക്കിങ് അങ്ങനെയുള്ള പാക്കേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ താഴെ ലിങ്കോ മേളിലോ ലിങ്ക് കൊടുത്തിരിക്കാം, അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ കാണുന്നതൊക്കെയാണ് ആ റിസർവറിൻ്റെ ഭാഗങ്ങൾ, അതായത് നമ്മുടെ ഡാമിൻ്റെ ഭാഗങ്ങൾ. നമുക്ക് ഷട്ടറിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടക്കാനുള്ള ഒരു വീതിയും അങ്ങനത്തെ ആ ഒരു ആക്ടിവിറ്റീസ് ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഷട്ടറിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണാനും നമുക്ക് ഓൾറെഡി ഒരു വാച്ച് ടവർ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് വാച്ച് ടവറിൽ പോയി നമ്മുടെ ഡാം റിസർവർ, അതായത് ബോട്ട് ഉൾപ്പെടെ പോകുന്നത് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അത്രയും ആ ഒരു പ്രകൃതി ഭംഗി കൊണ്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് നമ്മുടെ ഈ നെയ്യാർ ഡാം എന്ന് പറയുന്നത്. മറ്റ് ഡാമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയാൽ ഇപ്പോൾ പോയിൽ വെച്ചിട്ട് കുറേ മലനിരകൾ, നമ്മുടെ അഗസ്ത്യാർകൂടത്തിൻ്റെ സൈഡ് ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുന്നവർ മിസ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ബോട്ടിങ് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഈ റിസർവറിൻ്റെ ഭാഗം, അതായത് നമ്മുടെ ഷട്ടർ അങ്ങനെ വരുന്ന ഭാഗം. നമ്മൾ എൻട്രൻസ് കയറി ടിക്കറ്റ് റേഞ്ച് ഉണ്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് നേരെ ഷട്ടറിൻ്റെ മുകളിൽ, അതായത് തൊട്ട് ഡാമിൻ്റെ മുകളിൽ തന്നെ നമുക്ക് നടന്ന് അപ്പുറത്തെ സൈഡിൽ ചെല്ലാൻ പറ്റും. അവിടെയാണ് നമ്മുടെ വാച്ച് ടവർ. ഇതേ കാണാൻ പറ്റും, നമുക്ക് ടോപ്പ് ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. നമുക്ക് അതിൻ്റെ മണ്ടയിലൊക്കെ കയറി അവിടുത്തെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. മുമ്പൊക്കെ, അതായത് ഒരു 3-4 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ ലയൺ സഫാരി പാർക്ക് ഉണ്ടായിരുന്നു. അത് ഇപ്പം ഇവിടെ എലിഫൻറ്റ് റീഹാബിറ്റേഷൻ സെൻറ്റർ, അതായത് നമ്മുടെ കോട്ടൂരിൽ നിന്നും കൊണ്ടുവന്ന 2 ആനകളും പിന്നെ ഒരു ഡിയർ, അത് മാൻ റീഹാബിറ്റേഷൻ സെൻറ്റർ ഇപ്പം നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ബോട്ടിങ്ങിലായിട്ട് പോകാം. അപ്പം 15 പേരടങ്ങുന്ന ബോട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രൈവറ്റ് ബോട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം അങ്ങനെയാണ് ടിക്കറ്റ് റേറ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ ഒരാൾക്ക് 300 രൂപ അടുപ്പിച്ചൊക്കെയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. പിന്നെ അല്ലാതെ ട്രക്കിങ്, അതായത് ഈ മലനിരകളിലോട്ടൊക്കെയുള്ള ട്രക്കിങ്ങും അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പം ഈ ബോട്ട് സർവീസ് എടുക്കുന്നവർക്കേ നമുക്കിതൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ ഈ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂവും ബാക്കി കാര്യങ്ങളും ഡാമിൻ്റെ ഫുൾ കാഴ്ചകളും നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. നമ്മുടെ ട്രിവാൻഡ്രം ഉള്ള ഡാമുകളെ വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ അരുവിക്കര, പേപ്പാറ അങ്ങനെയുള്ള ഡാമുകൾ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു ഇതിൽ പറയാം, നമ്മുടെ നെയ്യാർ ഡാം എനിക്ക് തോന്നുന്നു നല്ല എക്സ്പീരിയൻസ്, അതായത് കാണാനും ബാക്കി ടൈം സ്പെൻഡ് ചെയ്യാനും പ്രകൃതി ഭംഗിയായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എനിക്ക് തോന്നുന്നു ടോപ്പ് നിൽക്കുന്ന ഒരു ഡാം ആയിരിക്കണം നമ്മുടെ ഈ നെയ്യാർ ഡാം എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി ഷട്ടറൊക്കെ ഓപ്പണാണ്. ഇപ്പോൾ ഒരു മഴ സീസണാണ്. ഇപ്പം മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് ഷട്ടറും കാര്യങ്ങളൊക്കെ ഓപ്പണാണ്. നമുക്ക് ഷട്ടറിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ വെള്ളം വീഴുന്ന അടുത്ത് പോകാനും പറ്റും. നമുക്ക് അവിടെ ഈ റെസ്റ്റ് എടുക്കാനും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ട്. പിന്നെ അത് പോരാഞ്ഞിട്ട് നമുക്ക് അക്വാട്ടിക്, അതായത് നമ്മുടെ അക്വേറിയം കാണാനും പിന്നെ ഫ്ലവേഴ്സ് അങ്ങനത്തെ ഉള്ള കുറച്ച് ഗാർഡനും അങ്ങനത്തെ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡാം എക്സ്പീരിയൻസ് ചെയ്യണത് മാത്രമല്ല, നമുക്ക് പ്രകൃതിയും ബാക്കി അവിടെ ഉള്ള കാഴ്ചകളും ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ. അത് നമുക്കിപ്പോൾ ട്രക്കിംഗ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 1 ഡേ ട്രക്കിംഗ് ആയിരിക്കും. അപ്പം ഈ ഡാമിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ബോട്ടിങ് കയറി അവർ നമ്മളെ കൊണ്ടുപോയി ഒരു വാട്ടർഫോളൊക്കെ കാണാൻ പറ്റും. അങ്ങനെയുള്ള ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പം ആ ട്രാവലും ട്രക്കിങ്ങും
5,000 ആ റേഞ്ചിലൊക്കെയാണ് 5 പേർക്ക് ഒരു ടീമായിട്ട് പോകുമ്പോൾ ടിക്കറ്റ് റേഞ്ചൊക്കെ വരുന്നത്. പിന്നെ എനിക്കിവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് നമുക്ക് ഈ ഡാമിൻ്റെ മുകളിൽ കൂടി നടക്കാനും നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റിയ ആ ഒരു വ്യൂ, അങ്ങനെയുള്ളൊരു ഫീല് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നമുക്ക് തൊട്ടടുത്ത് തന്നെ നിന്ന് കാണാനും ബാക്കി എല്ലാ സൗകര്യവും ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രം എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് മാറ്റി വെക്കാൻ പറ്റാത്തൊരു സ്ഥലമെന്നേ ഞാൻ പറയത്തുള്ളൂ. അതായത് നമുക്ക് 2 ആക്ടിവിറ്റീസ് നടക്കുക. അതായത് നമുക്ക് ഡാം കാണാനുള്ള അവസരമുണ്ട്, ഒപ്പം ബോട്ടിങ്ങും. അങ്ങനത്തെ ഒരു ട്രാവൽ ഇഷ്ടപ്പെടുന്നവർക്ക് ആപ്റ്റായിട്ടുള്ള ഒരു പ്ലേസാണ് നമ്മുടെ ഈ നെയ്യാർ ഡാം റിസർവ്, അവിടുത്തെ ആക്ടിവിറ്റീസ്. അപ്പോൾ എല്ലാവർക്കും നെയ്യാർ ഡാമിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബോട്ടിംഗ് സർവീസും അവിടുത്തെ ആക്ടിവിറ്റീസ് അടങ്ങുന്ന വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞത് ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കയറി കാണുക, ഇഷ്ടപ്പെട്ട ഈ സ്ഥലത്ത് പോയി എക്സ്പ്ലോർ ചെയ്യുക. ട്രിവാൻഡ്രത്ത് ഒരു കിഡിലൻ ഡെസ്റ്റിനേഷനാണ്. പുതിയൊരു വീഡിയോയുമായി ഇനിയും വരാം. ഹോപ്പ് യു ഗൈസ് എൻജോയ്.